മാങ്ങാണ്ടി ഇട്ട് മുളപ്പിച്ച നല്ലൊരു മാവ് എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ദാണ്ടെ സൈഡ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുവാണേ. കണ്ടല്ലോ, ഇതേപോലെ കറക്റ്റായിട്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ആ തൊലി ഭാഗമാണ് കട്ട് ചെയ്ത് ഉള്ളിലോട്ട് എടുക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം വെച്ച് നോക്കുക. ഏകദേശം സാമ്യമുള്ള ഒരു പോർഷൻ കണക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ അവിടുത്തെ പോർഷനും കുറച്ച് കട്ട് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പോർഷൻ നമ്മൾ തിരഞ്ഞെടുത്തു. അതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണേ. കാണാൻ ശ്രദ്ധിച്ച് നോക്കുക. അപ്രോച്ച് ഗ്രാഫ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ സൈഡ് ഗ്രാഫ്റ്റ് എന്നാണ് ഈ ഒരു മെത്തേഡിനെ അറിയപ്പെടുന്നത്. നല്ല സെറ്റായിട്ട് ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. നല്ല ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു പിച്ചാത്തിയോ അല്ലെന്നുണ്ടെങ്കിൽ ആയിരിക്കണം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നല്ല രസമായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷമായിട്ട് ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷനും തമ്മിൽ തട്ടിയിരിക്കത്തക്ക രീതിയിൽ ടൈറ്റ് ചെയ്ത് ഒരു വെറൈറ്റിയെ പണ്ട് കാലത്ത് ഒരുപാട് ഉണ്ടായിരുന്നു. ഇന്ന് ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് കൊണ്ട് പലരും ഇതിനെ ഉപേക്ഷിച്ചതാണ്. കറക്റ്റായിട്ട് അത് ചേർന്നിരിക്കത്തക്ക രീതിയിൽ ടൈറ്റ് ചെയ്ത് അതിനെ കെട്ടാനായിട്ട് കണ്ടില്ലേ, ഇതേപോലെ വെള്ളവും അകത്ത് വീഴാത്ത രീതിയിൽ ഈ ടേപ്പ് കൊണ്ട് തന്നെ ഇതിനെ മുറുക്കി എടുത്തു കഴിഞ്ഞാൽ വെള്ളവും അകത്തോട്ട് അധികം വീഴത്തില്ല. കണ്ടല്ലോ, ഇതേപോലെ നമുക്ക് ഒരു പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നല്ല ടൈറ്റാണ്. കണ്ടല്ലോ, പ്ലാന്റ് ഇവിടെ സേഫായിട്ട് ഇവിടെ ഇരിക്കും. നന്നായിട്ട് ഇഴുകി ചേർന്നിരിക്കുന്നു. നോക്കിയേ, ഇത് കർപ്പൂരമാവാണ്, നമ്മളുടെ കർപ്പൂരമാവ്. അതിനെ ഇതേപോലെ ഒട്ടിച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതേപോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി നടത്തുക. ഇത് റൂട്ട് ഷോക്ക്, അതായത് കവറിൽ കിളിപ്പിച്ച് നിർത്തിയേക്കുന്നത് റൂട്ട് ഷോക്കാണ്. അന്നേരം ഇതാണ്, ഈ പ്ലാന്റ് ആണ് നമുക്ക് ആവശ്യം. അതിന് വേണ്ടിയിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള പിച്ചാത്തി എടുത്തിട്ട് ഇതിന്റെ താഴെ വെച്ചുകൊണ്ട് കറക്റ്റായിട്ട് ഒരു വി ഷേപ്പിൽ ഉള്ളിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടല്ലേ, ഒരു 30 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇപ്പം തന്നെ. അന്നേരം ഏകദേശം ഉള്ളിലോട്ട് വെച്ച് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു കട്ട് കൊടുക്കുക. അതായത് ഇത് നമ്മളെ റൂട്ട് ഷോക്കാണ്, ഇത് നമ്മളെ മാതൃവൃക്ഷമാണ്. കണ്ടല്ലോ, കർപ്പൂരത്തിന്റെ മാതൃവൃക്ഷം. ഇതിനെ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 60ാമത്തെ ദിവസവും 90ാമത്തെ ദിവസവും ഇതിനെ ഇവിടെ വെച്ച് തന്നെ ഈ കട്ട് ചെയ്ത ഭാഗത്ത് തന്നെ കുറച്ച് ഉള്ളിലോട്ട് കട്ട് ചെയ്ത് 120ാമത്തെ ദിവസം ഇതിനെ ഒരു കർപ്പൂര മരമാക്കി നമ്മൾ പുറത്തെടുക്കും. കണ്ടല്ലോ, ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾ കാണാനായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഒന്ന് എന്താ പറയുക, നമ്മളെ കൂട്ടുകാരിലേക്ക് കൂടി ഈ ഒരു ഗ്രാഫ്റ്റിംഗ് മെത്തേഡ് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് അതൊന്ന് പരിഗണിക്കുക. ഓക്കെ.